ഹൈദരാബാദിലെ ഭക്ഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ബിരിയാണിയാണ്. പക്ഷേ ഇവിടുത്തെ പാരമ്പര്യമായി ഇവിടെയുള്ള ആളുകൾ നന്നായിട്ട് ഇറച്ചി ഭക്ഷണം, മാംസ ഭക്ഷണം കഴിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഇത്തരം വലിയ റൊട്ടി. അതിലൊപ്പം ഉണ്ടാകുന്ന ഈ ബീഫ്, ഉഴുന്ന്, കടല, അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളതാണ്. ഇത് മട്ടൻ്റെ ബീഫിൻ്റെയാണ്. ഇത് മട്ടൻ ഉണ്ടാവും. വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പേര് പായ. ഇതിൽ ഷൂർബ പറയും. പായൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ മുക്ക റമദാനിൽ മാത്രമാണ് ഹലീം ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ഈ ഹലീം പ്രത്യേകിച്ച് ഇപ്പോൾ കാണാൻ പറ്റില്ല. എന്നാലും ബിസ് ഹൗസ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഹലീം ഈ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഇനി നീമ്പു പാനിയിലേക്ക് കടന്നിട്ടുണ്ട്. റോഡ് മുഴുവൻ റോഡ് സൈഡിൽ നീമ്പു പാനി, മാങ്ങ ജ്യൂസ് എല്ലാം ഉണ്ടാവും. പിന്നെ കരിമ്പാണ്. ഉത്തർപ്രദേശിലും മറ്റും കരിമ്പ് വേഗം എത്തും. നാഗ്പൂർ ഭാഗത്തുനിന്ന് അതാണ് ഈ സമയത്ത് വ്യാപകമായിട്ട് ഉണ്ടാവും. വലിയ ഹോട്ടലുകൾ ഏത് സമയത്തും അതാത് ബിരിയാണി ഉണ്ടാവും. ടേസ്റ്റിൻ്റെ ബിരിയാണി, ഷാഹൂസ്, പിസ്ത ഹൗസ്, ബാവർച്ചിയാണെങ്കിൽ വലിയ ടീമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സൗകര്യം ബാവർച്ചി. आगे भेजे जा बोले तो